എന്റെ ചോദ്യം പത്തനംതിട്ടയിലെ ഡാം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ പാണ്ടനാട് മേഖലയിലേക്ക് വെള്ളം കയറിയോ? പിന്നെ ഡാം തുറക്കുമ്പോൾ ഇതിലും കൂടുതൽ വെള്ളം ഉയരുമോ? അത്തരമൊരു അറിയിപ്പ് ഇപ്പോൾ MLA സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഒരു വീഡിയോ സന്ദേശമായി പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാണ്ടനാട്, മംഗലം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേഖലയിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഈ ഡാം തുറക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ 4-5 മണിക്കൂറുകൾ കൊണ്ട് കൂടുതൽ വെള്ളം എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറണമെന്നുള്ളൊരു നിർദ്ദേശം MLAയുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അജിം സൂചിപ്പിച്ചതൊരു വലിയ ആശങ്കയാണ്. ഡാം തുറക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഇവിടെ എത്തിയിരുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഡാം തുറന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെള്ളം കൂടുതലായി ഈ മേഖലയിലേക്കൊക്കെ ഒഴുകിയെത്തും. എന്തായാലും പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മംഗലം ഈ പ്രയാർ ഭാഗത്തെ മെമ്പറിന്റെ പേരെങ്ങനെ? എങ്ങനെയാണ് മെമ്പർ ഈ ഭാഗത്തെ പാണ്ടനാട് 2018 സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോവാണോ? കൂടുതൽ ബുദ്ധിമുട്ടായോ? അതോ പേടിയുണ്ട്. ഇന്നലത്തെ ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാം നല്ല ഇതായിട്ട് നിന്നു. രാത്രി തന്നെ വില്ലേജ് ഓഫീസറെയും തഹസിൽദാരെയും എല്ലാം വിളിപ്പിച്ചു. രാത്രി KSRTC റെസ്ക്യൂക്കാരും വന്നു. നമ്മുടെ ഇവിടെ ഒരു ക്യാമ്പുണ്ട് MDLP സ്കൂളിൻ്റെ. അവിടെ ഒരു 25 പേരുണ്ട്. അവരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുന്നു. അതുകൂടാതെ തന്നെ കണ്ടത്തിന് അകത്ത് കുറേ പേര് ഒറ്റപ്പെട്ടുണ്ടായിരുന്നു. അവരെയെല്ലാം ഇന്നലെ രാത്രി 18 പേരെയോളം JBS സ്കൂളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂഴിയാർ ഡാമും കൂടെ തുറന്നതിൻ്റെ വെള്ളം വരാൻ തുടങ്ങിയിട്ടില്ല. അതും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. അത് മൂഴിയാറിൻ്റെ ഇതുവരെ തുറന്നു വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നല്ലൊരു ഭീതിയിൽ തന്നെയാണ് ഞങ്ങൾ തുടരുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ട്രാക്ടറിൽ ആളുകളെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ക്യാമ്പുകളിലേക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കുമൊക്കെ മാറ്റുകയാണ്. സമീപത്ത് ഈ പാണ്ടനാട് ഒരു പാലമുണ്ട്. പരമാവധി ഭാഗത്തുള്ള ആളുകളുടെയൊക്കെ കാറുകളും വാഹനങ്ങളുമൊക്കെ ഈ പാലത്തിൽ എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. കാരണം ഇനി വീടുകളിലൊക്കെ വെള്ളം കയറാൻ മിക്ക വീടുകളിലും വെള്ളം കയറി. ഇനി ഉയർന്ന സ്ഥലം ഈ പാണ്ടനാട് പാലം മാത്രമുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഇവർ നേരിടുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളാണല്ലോ. എത്രത്തോളം ഗുരുതരമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? നാട്ടുകാരൻ ഗുരുതരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരം. 2018 കഴിഞ്ഞാൽ പിന്നെ 2026 ഭയങ്കര ഇതായിട്ട് ഭീഷണിയായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വാർഡ് മെമ്പറായ ശ്രീ കലാശിവനുണ്ണി, പിന്നെ സുനിത ടീച്ചർ എന്നിവർ അഘോരാത്രം രാത്രി ഉറക്കളച്ച് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഓരോ മെസ്സേജ് കേട്ട് ഞങ്ങളോട് എപ്പോഴും മെസ്സേജ് ഇട്ട് ഞങ്ങളെ ഉണർത്തിയും എന്നെ രാത്രിയിലാണ് വിളിക്കുന്നത്. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഷെഡിനകത്ത് വീട് കിട്ടി, PMയുടെ വീട് കിട്ടി. എന്നിട്ട് ഷെഡിനകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ മെമ്പർ വിളിക്കുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. വെള്ളം നോക്കിയപ്പോൾ വെള്ളമാണ്. ഷെഡ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമാണ്. ഉടൻ തന്നെ അയൽപക്കത്തെ ഞങ്ങളുടെ ബന്ധുവായ ചേട്ടൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ അഭയം പ്രാപിച്ചു. ഓക്കെ. മറ്റൊരു കുടുംബം അവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഒരു മിനിറ്റ്. എങ്ങനെ പോവാണോ? ഇവിടുന്ന് അങ്ങോട്ട് പോവാണോ? വീട്ടിലോട്ട് കയറുമോ? വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് കയറാൻ ബുദ്ധിമുട്ടില്ലേ? ഇപ്പോൾ ചെറിയ വെള്ളമുണ്ട്, മുറ്റത്തും വെള്ളമുണ്ട്. അല്ല, എല്ലാവരും പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രം അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു? അല്ല, വീട്ടിലില്ലായിരുന്നു ഞങ്ങള്. ഇന്ന് ഒന്നാണ്. ഇവിടുന്ന് കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആളുകൾ പുറത്തോട്ട് പോകുക. അവിടെ ആയിട്ട് മുട്ട വെള്ളമാണെന്ന് വീട് വെള്ളം കിടന്ന് ഉയർന്ന സ്ഥലമാണ് അല്ലേ? കേറിയിട്ടില്ല. വീട്ടിനകത്ത് വെള്ളം കയറിയില്ല. 18 വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുമോ? പിന്നെ കൂടി ഒരു കുഴപ്പമില്ല. അവിടെ ഒന്നും